കഥ ഹൃദയജാലകം തുറന്നപ്പോൾ പാർട്ട് 51. രചന ശാലിനി ഇ. അമ്മ ഉണർന്നു വരും, പൊയ്ക്കോളൂ. അത് പറഞ്ഞുകൊണ്ട് അവൾ ചുമരിൻ്റെ ഭാഗത്തേക്ക് തല ചെരിച്ചു കിടന്നു. അവളെ വാരിയെടുത്ത് നെഞ്ചോട് ചേർക്കാൻ കാളിദാസ് കൊതിച്ചുപോയി എന്നതാണ് സത്യം. എന്നാലും അവളുടെ ഉള്ളിൽ താനുണ്ടെന്ന് അറിഞ്ഞല്ലോ. ആ സന്തോഷത്തോടെ തന്നെ അവൻ കൊണ്ടുവന്ന ഭക്ഷണ സാധനങ്ങളുടെ അവശിഷ്ടങ്ങൾ കവറിലാക്കിയതിന് ശേഷം അവളെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി ജ്വാലയുടെ. നെഞ്ചിനുള്ളിൽ ഒരു നഷ്ടബോധം നിറയുന്നത് അവൾ അറിഞ്ഞു. അവൻ എപ്പോഴും അരികിൽ വേണമെന്ന് ഇന്നലെ വരെ ഇല്ലാത്തൊരു മോഹം ഈ നിമിഷം മുതൽ ഉള്ളിൽ നിറയുന്നത് അവൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. ആദ്യമായി അവൻ തൻ്റെ റൂമിൽ കയറി വന്നപ്പോഴോ, ഒരു രാത്രി മുഴുവൻ കാടിൻ്റെ നടുവിൽ ഏറുമാടത്തിൽ അവൻ്റെ മടിയിൽ തലവെച്ച് കിടന്നുറങ്ങിയപ്പോഴോ, പാതിരാത്രിയിൽ ബീച്ചിലെ മണൽപ്പരപ്പിൽ അവനോട് ചേർന്നിരുന്ന് സംസാരിച്ചപ്പോഴോ, ആക്സിഡൻറ്റിന് ശേഷം ഈ മുറിയിൽ തന്നോടൊപ്പം വന്ന് കിടന്നപ്പോഴോ തോന്നാതിരുന്ന ഒരിഷ്ടം ഈ രാത്രിയിൽ അവൻ തനിക്ക് സമ്മാനിച്ചു പോയതെന്തേ? ഇഷ്ടപ്പെട്ട് ഭക്ഷണം തന്നുകൊണ്ടാണോ, അതോ തന്നെ അവൻ വല്ലാതെ കെയർ ചെയ്യുന്നെന്ന് തോന്നിയത് കൊണ്ടാണോ? എന്താണെന്നറിയില്ലെങ്കിലും അവളുടെ മനസ്സ് അവനെ വല്ലാതെ ആഗ്രഹിച്ചു തുടങ്ങിയിരുന്നു. മാളവിക എന്ന അവൻ്റെ കാമുകിയെ അവൾ ആ നിമിഷം മറന്നുപോയി. ഇതാണ് ഭഗവാനെ പ്രണയം എന്ന് പറയുന്നത്. ശരിക്കും ഇങ്ങനെ തന്നെയാണോ പ്രണയം? അങ്ങനെയെങ്കിൽ പ്രണയത്തിന് വല്ലാത്തൊരു വേദനയാണല്ലോ, വിരഹത്തിൻ്റെ വേദന. പ്രണയിക്കുന്നവർ എങ്ങനെയായിരിക്കും ഈ വേദനയെ താങ്ങുന്നത്? നിറഞ്ഞ കണ്ണുകൾ അടച്ചു പിടിച്ചുകൊണ്ട് അവൾ അങ്ങനെ തന്നെ കിടന്നു. ഉറക്കം വന്നില്ലെങ്കിലും മിഴികൾ തുറന്നില്ല. ഫോണിൽ അലാറം അടിച്ചപ്പോഴാണ് 5 മണിയായെന്ന് അവൾ അറിയുന്നത്. ഫോൺ കയ്യിൽ കിട്ടിയ അന്ന് മുതൽ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് 5 മണിയിലെ അലാറം. എന്നും ആ നേരത്ത് അവൾ എഴുന്നേറ്റ് പഠിക്കാനിരിക്കും. അല്പം കഴിഞ്ഞതും സുനന്ദ മുറിയിലേക്ക് വന്നു. മോളെ, എഴുന്നേൽക്ക്, വാഷ്റൂമിൽ പോകേണ്ട നിനക്ക്. അവൾ പതിയെ കണ്ണു തുറന്നത് മുറിയിൽ സംശയത്തോടെ അങ്ങിങ്ങ് നോക്കുന്ന സുനന്ദയാണ് അവൾ കണ്ടത്. പൂച്ച ഉണക്കമീൻ മണം പിടിക്കുന്നത് പോലെ സുനന്ദയുടെ മൂക്ക് വികസിക്കുകയും നോർമൽ ആവുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ എന്താ ഒരു മണം? അമ്മയുടെ ചോദ്യം കേട്ടതും അവളുടെ നെഞ്ചിൽ ഒരു വെള്ളിടി വെട്ടി. എന്ത് മണം? ചിക്കൻ്റെ മണം. അവർ പിന്നെയും മൂക്കുകൊണ്ട് മണം പിടിക്കാൻ നോക്കുന്നുണ്ട്. ചിക്കൻ്റെ മണമോ? അമ്മേ, എന്നെ വല്ലാണ്ടങ്ങ് കൊതിപ്പിക്കല്ലേ. വാങ്ങിത്തരാൻ പറഞ്ഞാൽ കേൾക്കില്ല, എന്നിട്ടിപ്പോൾ കാലത്ത് തന്നെ വന്ന് എന്നെ കൊതിപ്പിക്കുന്നു. അവൾ കുറച്ച് ധൈര്യത്തോടെ തന്നെ അമ്മയോട് പ്രതികരിച്ചു. ചിലപ്പോൾ വിമലേച്ചിയുടെ വീട്ടിൽ നിന്നായിരിക്കും. എന്നാൽ ഇത്രയും നേരത്തെ ചിക്കൻ കറി വയ്ക്കാൻ അവരുടെ വീട്ടിൽ വിരുന്നുകാരെങ്കിലും വരുന്നുണ്ടോ? സുനന്ദ ജനൽ തുറന്ന് അപ്പുറത്തെ വിമലയുടെ വീട്ടിലേക്ക് നോക്കി നിന്നു. അമ്മ എന്തിനാ വിമലേച്ചിയുടെ വീട്ടിലേക്ക് നോക്കി നിൽക്കുന്നത്? അവരുടെ വീട്ടിൽ ചിക്കനോ മട്ടനോ ബീഫോ എന്തോ വേണേ വെക്കട്ടെ, നമുക്കെന്താ? ജ്വാല അത് പറഞ്ഞതും സുനന്ദ വേഗം ജനൽവാതിൽ അടച്ചു. എന്നാലും ആരായിരിക്കും വിമലേച്ചിയുടെ വീട്ടിലെ വിരുന്നുകാർ? അമ്മയ്ക്കിനി അതറിയാതെ ഒരു സമാധാനം ഉണ്ടാവില്ല എന്ന് ജ്വാലയ്ക്ക് അറിയാം. അതുകൊണ്ട് അവൾ അതിനെക്കുറിച്ച് പിന്നീട് ഒന്നും പറഞ്ഞില്ല. പ്രഭാത കൃത്യങ്ങൾ നിർവഹിക്കാൻ സഹായിച്ചതിന് ശേഷം സുനന്ദ കിച്ചണിലേക്ക് പോയി. ചിക്കൻ്റെ മണം അടിച്ചത് സുനന്ദയെയും വല്ലാതെ ആശയക്കുഴപ്പത്തിൽ എത്തിച്ചു. എന്തായാലും അത് സത്യനാഥോട് പറഞ്ഞു ചിക്കൻ വാങ്ങിപ്പിച്ച് സുനന്ദ അടങ്ങിയിരുന്നുള്ളൂ. അന്നുച്ചയ്ക്ക് ശേഷം മാധവ് ലീവായിരുന്നു. ആകാശിനെ കാണാൻ പോകാൻ വേണ്ടിയാണ് അവൻ ലീവ് എടുത്തത്. അതുകൊണ്ട് ഹൃദയയുടെ ഒരു ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് വരാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് അവൻ കോളേജിൽ നിന്നും പോയത്. ക്ലാസ്സിലെ ഹൃദയയുടെ കൂട്ടുകാരി മൃദുലയോടൊപ്പം അവളുടെ സ്കൂട്ടിയിലാണ് ഹൃദയ വീട്ടിലേക്ക് തിരിച്ചത്. മൃദുലയുടെ വീട് കഴിഞ്ഞ് പിന്നെയും പോകണമായിരുന്നു ഹൃദയ താമസിക്കുന്നിടത്തേക്ക്. എങ്കിലും ഹൃദയെ വീട്ടിൽ കൊണ്ടുചെന്ന് ആക്കാൻ തന്നെ മൃദുല തീരുമാനിച്ചു. ചിരിച്ചും കളിച്ചും കൊണ്ട് പോകുന്നിടയിൽ സ്കൂട്ടിയുടെ ബാക്കിൽ ടയർ വലിയ ശബ്ദത്തോടെ പൊട്ടിയത്. വണ്ടിയൊന്ന് ഉരഞ്ഞു പോയി നിന്നും ഹൃദയ ബാക്കിൽ നിന്നും ചാടി ഇറങ്ങി. ഇതെന്ത് പറ്റി മൃദുലേ? എടി, ടയർ പൊട്ടിയടി, ഇനി എന്തു ചെയ്യും? മൃദുല വിഷമത്തോടെ പറഞ്ഞു. ഈശ്വര, വല്യേട്ടൻ ഓട്ടോ വിളിച്ച് ചെല്ലാൻ പറഞ്ഞതാ. ഇവിടെ നിന്നൊരു ഓട്ടോ പിടിച്ചു പോയാലോ നമുക്ക്? ഹൃദ്യയ്ക്ക് ടെൻഷനായി തുടങ്ങിയിരുന്നു. എൻ്റെ വണ്ടി എന്തു ചെയ്യും? അത് ശരിയാണല്ലോ, വണ്ടി എന്താ ചെയ്യുക? ഒരു വളവ് തിരിഞ്ഞാൽ വർക്ക്ഷോപ്പുണ്ട്, നമുക്ക് അതുവരെ വണ്ടി ഉന്തിയാലോ? മൃദുല അങ്ങനെ ചോദിച്ചും എന്ത് മറുപടി പറയണമെന്നറിയാതെ ഹൃദയ വിഷമിച്ചു. നീ എൻ്റെ കൂടെ നിൽക്കില്ലേ ഹൃദയ? എനിക്ക് തനിച്ച് പേടിയാടി. മൃദുലയുടെ നിസ്സഹായത നിറഞ്ഞ മുഖം കണ്ടതും ഹൃദയയ്ക്ക് പാവം തോന്നി. ശരി, നമുക്ക് തള്ളാം. ഹൃദയ അനുകൂലിച്ചതും മൃദുലയ്ക്ക് സന്തോഷമായി. രണ്ടുപേരും കൂടി സ്കൂട്ടി പതിയെ തള്ളി മുന്നോട്ട് നീങ്ങി. ഒരു വളവ് തിരിഞ്ഞപ്പോഴേക്കും രണ്ടുപേരും കിതച്ചിരുന്നു. എന്നാൽ വളവ് തിരിഞ്ഞിട്ടും വർക്ക്ഷോപ്പ് കാണാതായപ്പോൾ ഹൃദയ നിന്നു. എവിടെ വർക്ക്ഷോപ്പ്? നീയല്ലേ പറഞ്ഞതൊരു വളവ് തിരിഞ്ഞാൽ വർക്ക്ഷോപ്പ് ആണെന്ന്? എന്നിട്ട് കാണുന്നില്ലല്ലോ. കുറച്ചുകൂടി പോയാൽ മതി ഹൃദയ, ഇനി അധികം ദൂരമില്ല. ഇപ്പോൾ തന്നെ സമയം 5:30 കഴിഞ്ഞു. മൃദുല, എനിക്ക് പേടിയാകുന്നുണ്ട്. ഞാൻ ഈ സമയത്തൊന്നും ഒറ്റയ്ക്ക് നടന്നിട്ടില്ല. എൻ്റെ കൂടെ എപ്പോഴും എൻ്റെ വല്യേട്ടനുണ്ടാവും. ഞാൻ നടന്നു പോവാ. വെപ്രാളത്തോടെ പറയുന്ന ഹൃദയയുടെ മുഖത്തേക്ക് മൃദുല നോക്കി. അതിനുശേഷം ഫോൺ എടുത്ത് ആരെയെ വിളിച്ചു. വണ്ടിയെക്കുറിച്ച് സംസാരിച്ച് ഫോൺ വെച്ചുകൊണ്ട് അവൾ ഹൃദയയുടെ നേർക്ക് തിരഞ്ഞു. ഞാൻ എൻ്റെ ഏട്ടനെ വിളിച്ചതാ. ഏട്ടൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്.
നീ നടന്നു പോവുകയാണെങ്കിൽ പൊയ്ക്കോ, ഞാൻ ഏട്ടൻ്റെ കൂടെ വന്നോളാം. മൃദുലയുടെ സമ്മതം കിട്ടിയതും ഹൃദയ വേഗം തിരിഞ്ഞു നടന്നു. ടെൻഷൻ മൂലം അവൾ പരിസരത്തേക്ക് നോക്കുന്നില്ലായിരുന്നു. ഇരുട്ട് വീണ വഴിയിലൂടെ നടക്കുമ്പോൾ അവൾക്ക് നല്ല ഭയം തോന്നിയിരുന്നു. പെട്ടെന്നാണ് അവളുടെ അരികിൽ ഒരു കാർ വന്നു നിന്നത്. അവൾ ഒരു ആന്തലോടെ കാറിനുള്ളിലേക്ക് നോക്കി. സൈഡ് ഗ്ലാസ് താഴ്ന്നതും ഡ്രൈവർ സീറ്റിൽ നിന്നും ഒരു തല പുറത്തേക്ക് വന്നു. ആ തല കണ്ടതും അവളുടെ മനസ്സിൽ ഒരു ആശ്വാസമുണ്ടായി. അത് ബാലമുരളിയായിരുന്നു. നീ എന്താ ഈ നേരത്ത്? മാധവിയുടെ? ബാലുവിൻ്റെ ചോദ്യം കേട്ടതും അവൾ ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. പിന്നെ അവൾ സംഭവിച്ചതൊക്കെയും അവനോട് പറഞ്ഞു. കയറ്, ഞാൻ വീട്ടിലിറക്കാം. ബാലു പറഞ്ഞതും ഹൃദയ മറ്റൊന്നും ചിന്തിക്കാതെ പെട്ടെന്ന് തന്നെ കോ ഡ്രൈവർ സീറ്റിലേക്ക് കയറിയിരുന്നു. അവൾക്ക് ആശ്വാസമാണ് തോന്നിയത്. തൻ്റെ വുഡ് ബി അല്ലേ ഡോക്ടർ സൂരജ്? ഒഴിവു ദിവസങ്ങളിൽ കറങ്ങാൻ പോകാറില്ലേ നിങ്ങൾ? ഡ്രൈവിങ്ങിനിടയിൽ തലചരിച്ചും കൊണ്ട് അവൻ അവളെ നോക്കി ചോദിച്ചു. അതുവരെ മിണ്ടായിരുന്നവരുടെ കണ്ണുകളിൽ കനലിരിഞ്ഞു. എനിക്ക് അയാളെ ഇഷ്ടമല്ല, ഞങ്ങളുടെ കല്യാണം നടക്കുകയുമില്ല, പിന്നെന്തിനാ ഞാൻ അയാളുടെ കൂടെ കറങ്ങാൻ പോകുന്നത്? അല്പം ദേഷ്യത്തോടെ തന്നെയാണ് അവളുടെ ചോദ്യം. നിങ്ങളുടെ പ്രണയം വിവാഹമല്ലേ, പിന്നെന്താ ഇഷ്ടമില്ലെന്ന് പറയുന്നത്? എല്ലാം അറിഞ്ഞിരുന്നിട്ടും ചോദിക്കുന്നതായതുകൊണ്ട് ബാലുവിൻ്റെ ചുണ്ടിൽ ഒരു കുസൃതി ചിരിയുണ്ട്. എന്നാൽ ബാലുവിൻ്റെ ചോദ്യം കേട്ട ദേഷ്യത്തിൽ അവൾ തിരിഞ്ഞ് അവനെ ഒന്ന് നോക്കി. പല പെണ്ണുങ്ങളുടെ പിറകെ പോകുന്നവനെ എനിക്ക് വേണ്ട, കലിപ്പിൽ തന്നെ അവൾ പറഞ്ഞു. ഓഹോ, പ്രണയിക്കുമ്പോൾ സ്വഭാവം നോക്കിയില്ലേ? അല്ലെങ്കിൽ പ്രണയത്തിന് കണ്ണു കാണില്ലേ എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ തന്നെ. അവളെ ഒന്ന് ചൂടാക്കുക എന്നത് മാത്രമേ ബാലു ഉദ്ദേശിച്ചിട്ടുള്ളൂ. ആര് പറഞ്ഞു ഞാൻ അയാളെ പ്രണയിച്ചിരുന്നെന്ന്? ഞാൻ പറഞ്ഞോ? വല്യേട്ടൻ പറഞ്ഞോ? എൻ്റെ വീട്ടുകാരും പറഞ്ഞോ? അയാളും അയാളുടെ അച്ഛനും കൂടെയാണ് തീരുമാനിച്ചത്. എനിക്കും എൻ്റെ വീട്ടുകാർക്കും അതിൽ പങ്കില്ല. അവളുടെ ദേഷ്യം നിൽക്കുന്നില്ല. ചെറുക്കൻ്റെ വീട്ടുകാരുടെയും മാത്രം ഇഷ്ടത്തിന് കല്യാണം നടക്കാൻ ഇതെന്താ 90-91 കാലഘട്ടമോ? വെറുതെ ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കി ഈ ഡോക്ടറെ നൈസായി തേക്കാനല്ലേ നിൻ്റെ ഭാവം? ഇപ്പോഴത്തെ പെൺകുട്ടികൾ അങ്ങനെ പുതിയ മേച്ചിൽപ്പുറം കാണുമ്പോൾ പഴയതിനെ താഴെയും. ഡ്രൈവിങ്ങിൽ മാത്രം ശ്രദ്ധിച്ചും കൊണ്ട് അവൻ പറഞ്ഞു. അതെ, അങ്ങനെ തന്നെയാണ് മിസ്റ്റർ ബാലമുരളിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇത് കറക്റ്റായി പറയാൻ അനുഭവങ്ങൾ കുറേ ഉണ്ടെന്ന് തോന്നുന്നു. അവൾ അങ്ങനെ ചോദിച്ചതും അവൾ ഉറക്കെ ചിരിച്ചു. ശരിയാ, ഹൃദയ പറഞ്ഞത് വളരെ കറക്റ്റാണ്. അല്ലെങ്കിൽ തേച്ച് പരിചയമുള്ളവർക്കല്ലേ തേപ്പ് കിട്ടിയവരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. കണക്കായിപ്പോയി. ഇനിയും ഒരുപാട് തേപ്പ് കിട്ടട്ടെ. ദേഷ്യം കൊണ്ട് പല്ല് കടിച്ചു പിടിച്ചാണ് ഹൃദയ പറഞ്ഞത്. അന്നേരത്തെ അവളുടെ മുഖത്തെ ഭാവം കണ്ടതും പൊട്ടിച്ചിരിക്കാൻ തോന്നി. ഇനിയും അവളുടെ പ്രഷർ കൂട്ടണ്ട എന്ന കാരണത്താൽ ബാലു ബാക്കിയെല്ലാം ചിരിയിലൊതുക്കി. ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ അവൾ പുറത്തേക്ക് നോക്കിയിരുന്നു. ഗേറ്റിന് മുന്നിൽ എത്തുന്നതിന് മുൻപ് ഹൃദയ കണ്ടിരുന്നു ഗേറ്റിൽ അക്ഷമയോടെ കാത്തു നിൽക്കുന്ന മാധവിനെ. ഏട്ടാ എന്ന് വിളിച്ചും കൊണ്ട് ഹൃദയ ഓടിച്ചെന്നു മാധവിനടുത്തേക്ക്. എന്നാൽ കൈവീശി ഒറ്റ അടി കൊടുത്തും കൊണ്ടായിരുന്നു മാധവിൻ്റെ പ്രതികരണം. ഏട്ടാ ഞാൻ... അവൾ അടികൊണ്ട കവിൾത്തടം പൊത്തിപ്പിടിച്ചു. കോളേജ് വിട്ട് ഈ സമയം വരെ നീ എവിടെയായിരുന്നു? 10 മിനിറ്റായി ഞാൻ ഇവിടെ എത്തിയിട്ട്. ഇവിടെ എത്തുന്നതിന് അരമണിക്കൂർ മുമ്പ് തൊട്ട് തുടങ്ങിയ വിളിയാണ് നിൻ്റെ ഫോണിലേക്ക്. എടുക്കാതെ ആയപ്പോൾ ഫോൺ എവിടെയെങ്കിലും വെച്ച് ബാത്റൂമിൽ കയറിയിട്ടുണ്ടാകുമെന്ന് കരുതി. ഇവിടെ വന്ന് നോക്കുമ്പോൾ വെട്ടവുമില്ല വെളിച്ചവുമില്ല. നിന്നെ എവിടെ പോയി അന്വേഷിക്കുമെന്ന് കരുതി ആദ്യം പിടിച്ച് നിൽക്കുകയായിരുന്നു ഞാൻ. നിന്നെ ഫോൺ എവിടെയാ കൊണ്ട് വെച്ചത് നീ? മുന്നിൽ നിൽക്കുന്ന കാറോ അതിനുള്ളിൽ ഇരിക്കുന്ന മനുഷ്യനെയോ മാധവ് ശ്രദ്ധിച്ചില്ല എന്നതാണ് സത്യം. അവൻ്റെ കണ്ണിൽ മുഴുവൻ ഹൃദയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ 10 മിനിറ്റിനുള്ളിൽ അവൻ അനുഭവിച്ച ടെൻഷൻ അവന് പോലും വിവരിക്കാൻ കഴിയുന്നതായിരുന്നില്ല. ഫോൺ സൈലൻ്റായിരുന്നു, അത് മാറ്റാൻ മറന്നുപോയി. ഇത്രയും ആയപ്പോഴേക്കും ബാലു കാറിൻ്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. ഡോർ അടയ്ക്കുന്ന ശബ്ദം കേട്ടാണ് മാധവ് മുന്നിൽ നിൽക്കുന്നവനെ നോക്കിയത്. ബാലു, നിനക്കിവളെ എവിടെ നിന്ന് കിട്ടിയത്? മാധവിൻ്റെ സ്വരത്തിൽ നിറയെ ആശങ്കയുണ്ടായിരുന്നു. ഹൃദയ അകത്തേക്ക് ചെല്ല്, ഞാൻ മധുവിനോട് എല്ലാം പറഞ്ഞോളാം, വിഷമിക്കേണ്ട. അവൻ്റെ സങ്കടം കൊണ്ട് പറഞ്ഞതല്ലേ, പോയി ഫ്രഷായി ഞങ്ങൾക്കോരോ ചായ ഇട്ടിട്ട് വാ. ബാലു പറഞ്ഞതും ഹൃദയ മെല്ലെ അകത്തേക്ക് നടന്നു. മാധവിൻ്റെ കൈപിടിച്ച് പൂമുഖത്തേക്ക് നടക്കുമ്പോൾ ബാലു താൻ അറിഞ്ഞതും അവൾ പറഞ്ഞതുമായ കാര്യങ്ങളെല്ലാം അവനെ ധരിപ്പിച്ചു. എന്നാലും നീ അതിനെ അടിക്കേണ്ടായിരുന്നു മാധവ്. എന്തുമാത്രം ടെൻഷൻ അടിച്ചും കൊണ്ടാണ് അത് നടന്നു വന്നിരുന്നതെന്നറിയാമോ? എന്നെ കണ്ടതേ അവളുടെ മുഖത്ത് ആശ്വാസമായിരുന്നു. ബാലു പറഞ്ഞത് കേട്ട് മാധവിന് നല്ല വിഷമം തോന്നി. പാവം നന്നായി വിഷമിച്ചിട്ടുണ്ടായിരിക്കും വന്നത്. അതിനിടയിൽ ഞാനും കൂടി അടിക്കേണ്ടിയിരുന്നില്ല. ബാലു, ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ കുഞ്ഞിനെ കണ്ടപ്പോൾ നിനക്ക് ഇവിടെ കൊണ്ടുവന്ന് ആക്കാൻ തോന്നിയല്ലോ. ബാലുവിൻ്റെ ഇരു കൈകളും പിടിച്ചുകൊണ്ട് മാധവ് പറഞ്ഞു. നീ അതിന് നന്ദിയൊന്നും പറയേണ്ട മാധവ്. വഴിയരികിൽ എൻ്റെ ഇന്ദുമോളെ കണ്ടാലും നീ ഇങ്ങനെ തന്നെയല്ലേ ചെയ്യുക? എന്തായാലും സംസാരിച്ചിരിക്കാൻ എനിക്ക് ടൈമില്ല.
അർജൻറ്റായി വീട്ടിൽ നിന്നും ഒരു ഫയൽ എടുക്കാൻ വരുന്ന നേരമായിരുന്നു. അപ്പോഴേ ഞാൻ ഹൃതിയെ കാണുന്നതും ഇവിടെ കൊണ്ടുവന്നാക്കുന്നതും. ഞാൻ ഇറങ്ങട്ടെ, നീ അകത്ത് പോയി അവളെ ഒന്ന് സമാധാനിപ്പിച്ച മാധവ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ബാലു പെട്ടെന്ന് തന്നെ കാറിൽ കയറിപ്പോയി. മാധവ് അകത്തേക്ക് ചെല്ലുമ്പോൾ ഹൃദയ കട്ടിലിൽ കിടക്കുകയാണ്. അവൻ അവളുടെ അടുത്തായി ഇരുന്ന് തൻ്റെ കൈത്തലം പതിഞ്ഞ് അവൻ്റെ കൈവിരലുകൾ അരുമയോട് തലോടി. നിറഞ്ഞ കണ്ണുകൾ തുടയ്ക്കാതെ അങ്ങനെ തന്നെ കിടക്കുകയാണ് ഹൃദയ. പോട്ടെ, സാരമില്ല. അന്നത്തെ വല്യേട്ടൻ്റെ വിഷമം എന്താണെന്ന് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല മോളെ. നിനക്ക് എന്ത് പറ്റിയെന്നറിയാതെ, ഏതു വഴിയാണ് നിന്നെ തിരഞ്ഞു പോകേണ്ടതെന്നറിയാതെ, ആരോടാണ് നിന്നെക്കുറിച്ച് ചോദിക്കേണ്ടതെന്നറിയാതെ സ്വയം ഒരുക്കി തീർന്ന നിമിഷങ്ങളായിരുന്നു കഴിഞ്ഞു പോയത്. നീ വിളിച്ചു വരുന്ന ഓട്ടോറിക്ഷ ഡ്രൈവറെ പോലും എൻ്റെ മനസ്സിൽ തെറ്റായി ചിന്തിച്ചു ഞാൻ. എൻ്റെ മോളെ എല്ലാം മനസ്സിൽ നിന്ന് കളഞ്ഞേക്ക്. എന്നിട്ട് വാഷ്റൂമിൽ പോയി ഫ്രഷായി വാ. ഈ ഏട്ടനപ്പോഴേക്കും ചായ ഇടാം. മാധവ് ഒരു വിധത്തിലാണ് അവളെ ഉന്തിത്തള്ളി വാഷ്റൂമിലേക്ക് പറഞ്ഞയച്ചത്. അതോടെ ചായ ഉണ്ടാക്കാനായി മാധവ് കിച്ചണിലേക്ക് നടന്നു. അന്ന് രാത്രി ഡിറ്റക്റ്റീവ് ഏജൻസിയിൽ നിന്നും കരുണാകരൻ്റെ ഫോണിലേക്ക് ഒരു ഫോട്ടോയും ഒരു വോയിസ് മെസ്സേജും എത്തിയിരുന്നു. അയാൾ ആദ്യം തുറന്നു നോക്കിയത് ഫോട്ടോയാണ്. ആകാശും മാധവും കൂടി ഒരു പൂന്തോട്ടത്തിനരികിൽ നിൽക്കുന്ന ഫോട്ടോ. അയാൾ വോയിസ് ക്ലിപ്പ് ഓപ്പൺ ചെയ്തു. ഇന്ന് മാധവ് ആയുർവേദ ഹോസ്പിറ്റലിൽ പോയതിന് മാധവിൻ്റെ കൂടെ നിൽക്കുന്ന ആളെ കാണുവാൻ വേണ്ടിയാണ്. അയാളുടെ പേര് ആകാശ്. അയാളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കണമെങ്കിൽ പറഞ്ഞാൽ മതി. വോയിസ് കേട്ടതിന് ശേഷം അയാൾ വീണ്ടും ആകാശിൻ്റെ ഫോട്ടോയിലേക്ക് നോക്കി. അപ്പോൾ നീ മരിച്ചില്ലല്ലേ? വേണ്ട, മരിക്കേണ്ട. നിന്നെ കൊല്ലാൻ വേണ്ടിയാണ് ഞാൻ ജനിച്ചതെങ്കിൽ തീർച്ചയായും എൻ്റെ കൈകൊണ്ട് തന്നെയായിരിക്കും നിൻ്റെ മരണം. തുടരും കഥയുടെ അടുത്ത ഭാഗം.